ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ അക്കൗണ്ടിൽ എന്തിനാണ് വരുന്നത് അതുതന്നെ ഗായ്സ്, ബ്ലോക്സ് ഫ്രൂട്ട്സ്. അപ്പോൾ നമ്മളേക്കുള്ളത് പറഞ്ഞാൽ സ്മോക്ക് ഫ്രൂട്ടാണ് കേട്ടോ. നമ്മൾ ഇന്നത് മാറ്റും, നമ്മൾ കറക്കും. ഫസ്റ്റ് തന്നെ കറക്കുക, കാരണം എന്താ വെച്ചാൽ നല്ല ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ആ ഫ്രൂട്ട് വെച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അതായത് നമുക്ക് നേരെ പോയി കറക്കാം. വീട്ടിലോട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 300 സബ്സ്ക്രൈബേഴ്സ് ആണ്, അതിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതായത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. എന്തായാലും നമുക്ക് ഇതൊക്കെ എടുക്കാം. ആദ്യം നമുക്ക് ജംഗിളിൽ പോകട്ടോ. ജംഗിളിൽ പോവാം. അതിൻ്റെ മുമ്പ് ഈ സ്റ്റാറ്റ്സ് കുറേ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇന്ന് നമ്മൾ കോഡ് അടിക്കണില്ല. കോഡ് അടിക്കാതെ ആകുമ്പോൾ പെട്ടെന്ന് ലെവൽ കൂടുതലായി. എന്തായാലും നമ്മൾ കോഡ് അടിക്കൂല ഇന്ന്. വേർത്ത അടിക്കണമെങ്കിൽ അടിക്കട്ടോ. കോഡ് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഏതെങ്കിലും ഒരു 2-3 കോഡ് നമ്മൾ പറഞ്ഞുതരാം. എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അത്രക്കും പറഞ്ഞൊരു കയ്യാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ബിലോ. നമുക്ക് കറക്കിയിട്ട് തരാം. 49,000 ഉണ്ട്. ഒരു ലൈറ്റോ ഈകളോ കിച്ചുനായാലും മതി. ഞാൻ ഒരു ട്രിക്കും ചേട്ടാ 35,000 കൊടുത്തുകണ്. ഒരു നല്ല ഏതെങ്കിലും ഫ്രൂട്ട് കിട്ടും വിചാരിച്ച് കറക്കിയ ഇന്ന വേണം പറയാൻ. ഗായ്സ്, മാമത്ത് എടാ പോയി എടാ. ഞാൻ കുറേ അങ്ങ് വിചാരിച്ചടാ മാമത്തായി. ഇതിനെക്കാട്ടും നല്ല സിനിമ ഇത് തന്നെയാണ്. എത്തിച്ചോറേടാ. ഞാൻ മാമത്ത് കിട്ടി പൊളിച്ചു എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ ഒരു പുല്ലിന് സ്മോക്ക് വെച്ച് ഇന്ന് തന്നെ ഇതാക്കണ്ട. ഗൈസ്, നമ്മൾ എങ്ങനെയാലും ഫ്രൂട്ട് കണ്ടെത്തണം. അല്ല, കോമ്പസിൽ അങ്ങോട്ട് 400 മീറ്റർ. ഓക്കെ, ഈ ലൈറ്റ് നിങ്ങൾക്ക് കിട്ടണമില്ല ഗൈസ്. പറക്കണ കൺട്രോളിങ്ങിലില്ല, എൻ്റെ കൺട്രോളിങ്ങിലുള്ള കേട്ടോ പറക്കണേ. നേരത്തെ കൺട്രോൾ ചെയ്യാൻ വേണില്ല. ആദ്യം ഒന്ന് നിൽക്കട്ടെ ഗൈസ്. ഓക്കെ, ഒന്ന് ഇതാക്കുക. നമുക്ക് എയർ ജമ്പ് ഒന്ന് വാങ്ങണം. അത് അങ്ങനെ എന്തായാലും 120. എടാ ഇതിൻ്റെ കൺട്രോളിനല്ലടാ പറക്കണേ. ഇങ്ങനെ പോട്ടെ. അവിടെ ഇതിൻ്റെ കൺട്രോളിനെങ്കിലും വേണ്ട പറക്കാൻ. ഓക്കെ, ഞാൻ മനസ്സിലായി. ഇതിൻ്റെ കൺട്രോളിലാവും കേട്ടോ. ഇതിൻ്റെ കൺട്രോളിലായിരിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇരിക്കാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. അങ്ങനെ പോട്ടെ. ട്രാക്ക് ചെയ്താക്കാണ് വെറുതെ അത് നോക്കിയിരുന്നു. അവിടെ എത്തിയിട്ട് നമ്മൾ ക്വസ്റ്റൊക്കെ എടുക്കുക. ഇതിനാണ് കോഡ് അടിച്ചാലോ? അടിക്കുന്നതല്ല നല്ലത്. എൻ്റെ കോഡ് അടിക്കണതാണ് നല്ലത്. ഇപ്പം അടിക്കാനൊരു മൂടില്ല. എനിക്കൊരു കോഡ് അറിയാം. ആ കോഡ് അടിച്ചു നോക്കാം. ലക്സി അടിച്ചു നോക്കാം. ട്രാക്ക് നമുക്കൊക്കെ അറിയാം. ഡെസേർട്ട് പോകുന്നുണ്ട്. ഞാൻ മാമത്ത് വിട്ടിട്ട് മാമത്ത് തിന്നിട്ട് ഇതാകാൻ നമുക്ക് വിചാരിച്ചിരിക്കുകയാണ്. മാമത്ത് പോയിട്ട് ഒരു ഒന്നും കിട്ടില്ല. മോശമായിട്ട് എന്തായാലും നമുക്ക് ലെവൽ കൂട്ടാം. ഇന്നൊരു ദിവസം കൂടെ നമ്മൾ ഇവിടേക്ക് പോകണം. ഇതിനുണ്ട് തരം മഞ്ഞയുടെ സൈഡിൽ. എന്നിട്ട് എന്താ ഇവിടുന്ന് എയർ ജമ്പും വാങ്ങും. പിന്നെ ചിലപ്പോൾ ഈ കറക്കണ രംഗങ്ങൾ ഉണ്ടാവണമെന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് കറക്കും. പക്ഷേ അത് ഗ്രൈൻഡിങ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വെച്ചാൽ നമ്മൾ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഡെസേർട്ട് ബണ്ടിറ്റ്സ്
കൺഫേം ക്വസ്റ്റ് അക്സെപ്റ്റഡ് സെറ്റിങ്സ് റെഡി ബ്ലക്സി വർക്കിംഗ് ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിന് വേറെ അക്കൗണ്ടിലൊക്കെ പണ്ടങ്ങനെ ട്രൈ ആക്കിയതാണ് ഇപ്പോൾ വർക്കാവും എനിക്കറിയില്ല യാ ഗൈസ് ഇറ്റ്സ് ടൈം ഫോർ കില്ലിംഗ് എല്ലാത്തിനും ഞാൻ എല്ലാത്തിനും കില്ല് ചെയ്യാൻ പോകട്ടോ എനിക്ക് മാഗ്മ കിട്ടിയാലും മതി ഏതെങ്കിലും ഒന്ന് കിട്ടണ്ടേ സ്മോക്ക് ബോംബറിനെ എടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയാൽ മതി 4 കെട്ടും കിട്ടുക ഇനി ഒരു 4 കൂടി ആയാൽ എങ്ങനെയുണ്ട് 4 കൂടി ആവണം ഏതെങ്കിലും ഒന്ന് വന്നാൽ നമ്മൾ പണി തുടങ്ങും കേട്ടോ ഇതൊന്നും ഒന്ന് നമുക്ക് പണി തുടങ്ങിയിട്ട് ഇതിനെല്ലാം വന്നിട്ട് എന്തായാലും എല്ലാത്തിനെയും തീർത്താലോ നമുക്ക് ഏതെങ്കിലും നല്ല ഫ്രൂട്ട് കിട്ടുന്നില്ല ഇങ്ങനത്തെ ഫ്രൂട്ട് കിട്ടുന്ന നടക്കേണ്ടി വരും നല്ല വഴിയുണ്ടെങ്കിൽ നമുക്ക് ഞാനങ്ങനെയുള്ള ഒറ്റയ്ക്ക് റൈഡ് ചെയ്യട്ടെ മിക്കവാറും അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല ഫ്രൂട്ട് ഞാൻ തന്നെ വരും ഞാൻ തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് ഇതിനൊക്കെ കൊല്ലട്ടെ ഇന്ന് രാത്രി അർജന്റീന വെച്ചിട്ടുണ്ട് നമ്മൾ അർജന്റീന ജയിക്കുമെന്നാണ് വിചാരിക്കണേ ജയിക്കണം എന്നാണ് പ്രാർത്ഥന നടക്കും എന്ന് വിചാരിക്കുക നിങ്ങൾ ഏത് ടീമായാലും പൊട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പോൾ ഇംഗ്ലണ്ടോ സ്പെയിനോ ആയി ഉണ്ടാവും നിങ്ങൾ എനിക്കറിയാലോ നിങ്ങളെ നമ്മൾ ഇന്നലെ അല്ലല്ലോ കാണണേ ഇതാ നമുക്ക് ഡെസേർട്ട് ഓഫീസർമാരെ കൊന്നിട്ട് വരാം ഡെസേർട്ട് ഓഫീസർമാരൊക്കെ എൻ്റെ കൺട്രോളിലാണ് എത്ര കിട്ടി 18,000 ആയിക്കണ് നമ്മളിങ്ങനെ പോവും ഇത് കൊടുക്കും ഇവിടുന്ന് ഒരു അടീക്കൊരു വഴി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പോക്കിയാ ഉണ്ടേനുണ്ട് ഓർമ്മയില്ല അതാ ഓർമ്മയുണ്ട് നമ്മൾ പണ്ട് ഇതിലൂടെ പോയതല്ലേ ഇവിടെ എന്തേലും എനിക്കറിയില്ലേ ഹസൻ ഹലോ ഹസൻ ലിക്കിംഗ് ഫോർ ടോക്ക് യു ആർ നോട്ട് റെഡി യെറ്റ് ഹോമി എന്തൊക്കെയോ പറഞ്ഞ് ആയിക്കോട്ടെ പറഞ്ഞു നമ്മളും പോന്നു നമ്മളിവിടെ തിരിങ്ങനോട് ചാടിയിട്ട് നമ്മൾ ഇതാണ് നോക്കും നമ്മൾ വെളുപ്പിട്ട ഒത്തിരി 6 ആൾക്കാരെ കൊന്നാൽ പോലെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അറ്റാക്ക് ചെയ്താലവരൊക്കെ അടിയിലിറങ്ങും പിന്നെ അങ്ങോട്ട് അറിയാലോ സൂപ്പറായിട്ടുണ്ടാവും ഇവരോടെങ്കിലും കുറച്ചെടുത്തിട്ട് 25 ലെവലായിട്ട് പിന്നെ ഓരോ മൊബൈൽ ഞാൻ എടുക്കാം ചിലപ്പോൾ ഇപ്പം അടിയുള്ളവർക്ക് ഇല്ല 7 ചെക്കന്മാർക്കൊക്കെ ഇപ്പോൾ ഇതിന് മേൽക്ക് പോയാൽ എന്നാൽ ഒന്നുകൂടി മേൽക്കൊണ്ടാ അടിപൊളി ഇങ്ങനെ അടി കൊണ്ട് നടന്നു ഇനിയും 2 ആൾക്കാർ മതി ഏത് 2 ആൾക്കാരാണ് ഫസ്റ്റ് വരുന്നത് ഒരു ചത്തു ഞാൻ ആദ്യം ഉറപ്പിച്ചു ആദ്യമേ ഉറപ്പിച്ച കാര്യമാണ് 1 2 ഓക്കെ വേറെ ആരെയും കൂടെ ഞാനറിയില്ല വരുന്നുണ്ടോ ടാർഗറ്റ് വെക്കുന്നു വേറെ ആരെയും കൂടി ഒരാൾ കൂടെ കൂടിയിട്ട് 3 ആൾക്കാരായിട്ട് നിങ്ങൾ കറക്റ്റ് ഇത് കിട്ടും നമുക്കൊരു നല്ല ഫ്രൂട്ടുണ്ട് അത്രയൊക്കെ നടക്കുമ്പോൾ കിട്ടും നമുക്ക് ഉറപ്പായിട്ടും ഏതറിയാം ലൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഷോർട്സൊക്കെ ആയിട്ട് അവിടെ വരിക ഒന്നിനും ചാവടാ ലെവൽ കയറ്റിയായിട്ട് നമ്മളൊന്ന് വെറുതെ പറഞ്ഞേക്കാം ഗൈസ് 78 എന്താ അങ്ങനെ
എന്തെങ്കിലും ആയിക്കോട്ടെ. നാൾക്ക് നല്ല ഫ്രൂട്ട് കിട്ടിയില്ലല്ലോ. വിഷമമുണ്ട്. സ്പൈക്ക് തിന്നണോ? സ്മോക്ക് തന്നെ മതിയാ. ഇപ്പം തൽക്കാലത്തിന് സ്മോക്ക് തന്നെ മതിയില്ലേ. ഇപ്പോൾ ഒരു വയ്യേ ഉള്ളൂ. വേറൊന്നുമല്ല, വേറൊരു ഫോൺ ഒപ്പിച്ചിട്ട് ഈ അക്കൗണ്ടിൽ നല്ല ഫ്രൂട്ട് എത്തിക്കാൻ എനിക്ക് കഴിയും. കാരണം വെച്ചാൽ എൻ്റെ സെക്കൻഡ്സീത്തെ വേറൊരു അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഇതിലേക്ക് പൈസ എത്തിച്ചാൽ ലാഭമല്ലേ. എൻ്റെ ഡ്രിപ്പിന് എൻ്റെ അപാരമുണ്ട്, കുഴപ്പമില്ല. ഇതെങ്ങനെയാണ് ട്രിക്ക്? അങ്ങനെ ചെയ്യണോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് തന്നെ ഒപ്പിക്കാൻ നോക്കാം. എടേ മാഗ്മ അല്ല, നമ്മൾ കറക്കിയിട്ട് കിട്ടുന്ന ഫ്രൂട്ട് ഒപ്പിക്കാൻ നോക്കാം. പക്ഷേ ചെയ്യാനും കുറച്ച് ടൈം എടുക്കും. കാരണം എന്താ വെച്ചാൽ ഒപ്പിക്കണ്ട, അപ്പോഴത്തേനും വലിയ പണി തന്നെയാണ്. പോലട്ടോ നമുക്ക് നാലാൾ കൂടി ഇങ്ങനെ നമ്മൾ ഇവിടെയാണ് നിൽക്കും. എന്നിട്ട് നമ്മൾ അടിയിലുള്ള പോലെ എല്ലാവരും പറക്കും. എന്നിട്ട് ഒന്നും കൂടി മുകളിൽ നമ്മൾ വീണ്ടും എല്ലാം കിടക്കും. ചാവട ഇന്നത്തോടെ നിങ്ങൾ എല്ലാ അവസ്ഥ വരും. 78 ലെവൽ 100 ലെവലാണ്. ടാർഗറ്റ് 100ആണ്. എത്ര ആൾക്കാരെത്തും? 4 ആൾക്കാരെത്തും. ഫസ്റ്റ് വരുന്ന 2 ആൾക്കാരാണ് ടാർഗറ്റ്. വീണ്ടും പറയുകയാണ്. എവിടെയെങ്കിലും വന്നാ? എവിടെ വന്നോ അവർ? ഒരാൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന 2 ആൾക്കാർ ടാർഗറ്റ് എത്തുന്നുണ്ട്. നിങ്ങൾ മാത്രമേ ഉള്ളൂല്ലേ, വേറെ ആരെയും എനിക്ക് വേണ്ട. നിങ്ങളെ മാത്രം മതി കേട്ട നിങ്ങൾക്ക് പോവാം. ടാർഗറ്റ് എത്തുന്നത് പോലെ പോവും. ഇത് ലൈവൊക്കെ ഉണ്ടേ. യു ആർ വെയിറ്റിംഗ് ഫോർ ലൈവ്. ഐ വിൽ കം ബാക്ക്. ലൈവ് ഇടല്ലേ കേട്ടോ, ഇടണമെങ്കിൽ ഇടാം. ഞാൻ ഇതിനെയും കിട്ടുന്നുണ്ട്. ലെവൽ 81 ആയിട്ടുണ്ട്. 81 എന്തായാലും നമ്മൾ 90 ആയാൽ തന്നെ സ്ഥലം മാറും. 90 ആയാൽ തന്നെ നമ്മൾ നോക്കിയിട്ട് പിന്നെ സ്ഥലത്തിന് പേര് വെച്ചിട്ടാണ് കിട്ടുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും 90 ആക്കിയിട്ട് വരാം. എന്തായാലും നേരെ 90 ആക്കാൻ പോവാണ്. ഇപ്രാവശ്യം തന്നെ 90 ആവും കേട്ടോ. ഒരു ഡി എല്ലാവരും പറ്റാൻ എല്ലാവരും ഫുള്ളുണ്ട്. ഇത് 2000 ആയാലും ഞാൻ നോക്കിലാണ് 2026 അടങ്ങൾക്കൊക്കെ നീ മേലേക്ക് തൂറ്റണം. ആ തൂറ്റി കത്തിയിട്ടും കൊള്ളണം. വാ എല്ലാവരും പറ്റുക, എല്ലാവർക്കും ഒരുമിച്ച് കൊള്ളണമല്ലോ അതിൻ്റെ രസം. ഇത് കത്തിയിട്ടും ഇന്നത് കൊള്ളാത്ത കൊണ്ടില്ല അതിൻ്റെ ഇതുകൊണ്ട് തന്നെ ഇവരെ കൊല്ലാൻ പോകുന്നത്. ഇവരെ നിന്നാണ്ട് ഇത് കൊണ്ടില്ല ഞാൻ നിർത്തേണ്ടി. ലെവൽ 82 82 നമ്മൾ ഇതൊക്കെ അടിച്ചിട്ടുണ്ട്. കോഡൊക്കെ അടിച്ചിട്ട് 84 ആയുള്ളൂ, അല്ല 82 ആയുള്ളൂ. ആദ്യം വരുന്ന 2 ആൾക്കാർ 3 ആൾക്കാർ ഒരുമിച്ച് വന്നു. എന്തുണ്ട് 3 ആൾക്കാരെ നോക്കാം. എല്ലാവരും 3 ആൾക്കാർ ഒരുമിച്ചാണ്. 3 ആൾക്കാർ കൊല്ലുന്ന അതിൻ്റെ ശരിയായ ഭാഗം. അതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ 3 ആൾക്കാർ കൊല്ലാൻ പോവാം. ഇത് 2000 ആവട്ടെ. 2000 ആയാലും നമ്മൾ ഇതിനടുത്ത് പണിയെടുക്കുള്ളൂ. പറഞ്ഞുണ്ട്. ലെവലായ
84ആയി. നല്ല അഭിപ്രായം. കൂടട്ടെ, 86 കൂടട്ടെ. എനിക്ക് എന്തായാലും ഇഷ്ടമില്ല. 2 മണിക്കൂർ കഴിയണ്ട ഇങ്ങനെ കറക്കാൻ. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. സേബർ കത്തിരിക്കാൻ പറ്റുന്ന ഏതോ സ്ഥലത്ത് പോട്ടെ, അത് അതിൻ്റെ ഉള്ളിൽ ഇനി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കറക്കാൻ. എന്നെക്കൊണ്ട് ബജ്ജ. ഞാൻ ഇനി എന്തായാലും കറക്കലിപ്പെടുത്ത് എന്നും കറക്കും, അത് വേറെ കാര്യം. ഒരു 6 ലെവലും കൂടിയും കൂടിയ ഗൈസ് നമ്മൾ സ്ഥലം മാറും. നേരെ മാറുന്ന വണ്ടി എന്നിട്ട് അവിടെ നമ്മൾ എയർജൻ്റ് പോകാം കേട്ടോ. എയർജൻ്റ് ഉണ്ട്, നമുക്ക് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്തിനാണല്ലോ, വേറെ ഒന്നിനല്ല. ഞാൻ ഇതിൻ്റെ എല്ലാവരുള്ള എയർജൻ്റും അങ്ങനെയാണ് ശീലമായി. എയർജൻ്റ് ബീച്ച് പോയിട്ട് ശീലമായി. പിന്നെ എയർജൻ്റ് ഇല്ലാതെ കഴിയുന്നില്ല. അങ്ങനത്തെ രീതിയിലേക്ക് എയർജൻ്റ് 2000 ആവട്ടെ. അടുത്ത് എല്ലാ പണി നിങ്ങൾക്ക് നോക്കുന്നത്. അപ്പം 4 ആൾക്കാർ ചത്തുണ്ട്. ഇനി ഫസ്റ്റ് വരുന്ന 2 ആൾക്കാർ കേട്ടോ. ഫസ്റ്റ് വരുന്ന 2 ആൾക്കാർ ഏതാ നോക്കാം ഗൈസ്. സൗണ്ട് കേൾക്കാമല്ലോ ഫസ്റ്റ് വന്നാലേ. ഇവിടെ ഫസ്റ്റ് വന്നു, പിന്നെ അവിടുത്തെ ആരോ ഇതിനെ കൊല്ലം അങ്ങനെ കൂടെ പോരും. ഇവരുണ്ടാകാൻ തിരിച്ചേക്കാണ്. ജലന്ധര വേർത്തില്ലേ തീരാത്ത് 2000 രാവുന്നില്ലല്ലോ. 600 കിട്ടുന്ന നിൽക്കുകയാണ്. മിക്കവാറും ഞാൻ 1000 പണി വെക്കുന്നുണ്ട്. അങ്ങനെ 1300 ആയിട്ടില്ലല്ലോ. വീടിന് ലെങ്ത്ത് കൂടുതലും കാര്യമാണ്. എന്നെ കൊല്ലാതെ പോകണം വെച്ചില്ല. 2000 ആയില്ലാണ് കൊല്ലു. 1700 തന്നെ കൊന്നു. ഒന്നെങ്കിൽ അല്ല മിക്കവാറും ഇനി 2 വട്ടം കൂടി ക്വസ്റ്റ് എടുത്താൽ നമ്മളങ്ങ് സ്ഥലം വിടുട്ടോ. ദുബായിലോട്ട് വെറുതെക്കല്ലേ എവിടാ ഇതാ ദുബായ്. മണ്ണ് കയറിക്കുകയാണ് നമ്മൾ. ഡെസേർട്ടിൽ മരുഭൂമിയിൽ പെട്ടുകയാണ്. ആട് ജീവിതത്തെ എന്താ പറയുക പൃഥ്വിരാജിൻ്റെ കാര്യം. ചിലപ്പെങ്കിൽ ഇപ്രാവശ്യം തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കും. അല്ലെങ്കിൽ മിക്കവാറും അടുത്ത പ്രാവശ്യം ഒന്നുമില്ല. പോണ സ്ഥലത്ത് ബോസാരും ഓണക്കൊല്ലാണ്ടാണ് നല്ല പണി. ആ എത്തിനെ കൊല്ലാണ്ടായിട്ട് ആ എത്തി സൂചിപ്പിക്കുന്നില്ലാകും. ഇങ്ങനെ നല്ലൊരു സൂപ്പ് എത്തിക്കണം. നമ്മൾ ആരെങ്കിലും ട്രൈ ചെയ്ത് തുടങ്ങണം. കളിയുണ്ട് ആരോടെങ്കിലും നോക്കട്ടെ. സ്ഥലത്തിൽ അടുത്ത വീഡിയോ വരുമ്പോൾ നല്ലൊരു സ്മൂത്തായിട്ടാണ് നമ്മൾ വരിക. നോക്കാവൂല സ്ഥലത്തിൽ അത് ലൈറ്റാവാം, എനിക്കിതായിട്ടുള്ള മാമത്താവാം, ഏതും ആകാം. ഇപ്പോൾ ഒരാൾ ചത്തു, 2 ആൾ ചത്തു, 3 ആളെത്തു. എന്തായാലും ഇവിടക്കാം. ഫസ്റ്റ് വരുന്ന ഒരാൾ ഫസ്റ്റ് വരും. പിന്നെ 2 ആൾ ഒരുമിച്ച് വരാനാണ് സാധ്യതകൾ കൂടുതലും. ഫസ്റ്റ് വരുന്ന ഒരാളാരാ ഇവൻ, പിന്നെ ഈ 2 ആളും, പിന്നെ ലാസ്റ്റ് ഞാൻ വന്നു. അവിടെ ഇറങ്ങിക്കൂടി ഒരാൾക്ക് തരും. വാ 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 3 ആൾ വന്നാ ഞാൻ വരുന്ന 2000 ആയ ഉടനെ ഞാൻ ഫ്ലവേഴ്സൊക്കെ ഉപയോഗിക്കാൻ എന്തായാലും പറ്റത്തില്ലേ. ആൾക്കാരെ കയ്യിൽ കൂടി നിങ്ങൾ തന്നെ ആക്കി തന്നാലേ പ്രശ്നമില്ല. ആക്കുകയാണെങ്കിൽ ലാവായ പറക്കി നിന്റെ വക വെട്ടും ചത്തു. ഒരു ലെവലും കൂടിയാൽ മതിടാ. നമുക്ക് അവിടുത്തെ ആൾക്കാരെ കൊല്ലാം. അവിടുത്തെ ആൾക്കാരാകുമ്പോൾ 2 വട്ടം കൊന്നാൽ കഴിഞ്ഞല്ലോ. ഇതിപ്പോൾ ഇവിടെ വരെ വരണ്ടേ. ഇവിടുത്തെ ആൾക്കാരെ കൊന്നാൽ മതി ഗൈസ്. കാരണം എന്താ വെച്ചാൽ 90 ലെവലും ആയിക്കോളും. 90 ലെവലായാൽ മതി. നമുക്ക് വരെ കൊല്ലണമെന്നൊന്നുമില്ല. നമുക്ക് 90 ലെവലുണ്ടാവും. അതുകൊണ്ടാട്ടോ ഇവിടെ
വാ 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 എല്ലാവരും 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 വാ കൊള്ളുണ്ടോ. ഇത് 4 ആൾക്കാരിലുണ്ടാകുമ്പോൾ 3000 വരെ നമ്മൾ വെയിറ്റ് ചെയ്യട്ടോ. 3000 ആയാലേ നമ്മൾ പവേഴ്സൊക്കെ പുറത്തു കൂടുള്ളൂ. അങ്ങനെ 3000 അവിടെ ഇവിടെ ഇല്ല. 4 ചക്ക ഇനി ഞങ്ങൾക്കെന്താ വേണ്ടത് താവൂ. ഇനി 4 ആൾ വരട്ടെ. ഒരാൾ ലാസ്റ്റ് വരുള്ളൂ. അതിനറിയാം. 4 ആൾ അതിലത്തെ 3 ആളെങ്കിലും ഫസ്റ്റിനെ വാ. 3 ആൾ കറക്റ്റ് ടൈമിങ്ങിനാണല്ലോ. 4 ആൾ എത്തിയിട്ടുണ്ട്. നമുക്ക് 4 ആളിന് കൂട്ടത്തിലാക്കി വരാം. അപ്പോൾ ഇപ്രാവശ്യം 4000 ആയാലും നമ്മൾ പവേഴ്സ് കൂടാം. ഫസ്റ്റ് ഇങ്ങനെ പവേഴ്സ് ചെയ്ത് ആലോചിച്ച് മതി. അപ്പോൾ എന്തായാലും അർജൻറ്റീന വെച്ചിട്ട് ഇംഗ്ലണ്ടിൻ്റെ മാച്ചുണ്ട്. നമ്മൾ അർജൻറ്റീനയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അർജൻറ്റീന ജയിക്കാൻ ഞങ്ങൾ വിചാരിക്കുന്നു. അറിയില്ല. ഇപ്പോൾ 95 ലെവലായി കേട്ടോ. നമ്മളങ്ങ് ഒരു സ്ഥലം വിടാൻ പോവാണ്. എങ്ങോട്ട് എന്നല്ലേ, വേറെ അങ്ങോട്ടില്ല, സ്ട്രെയിറ്റ് കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്റാർട്ടിക്കയിലോട്ട് മഞ്ഞുള്ള സ്ഥലത്തോട്ട് എൻ്റെ ഊഹം പണ്ടൊക്കെ എന്തോ എനിക്കറിയില്ല. എന്തായാലും അങ്ങോട്ട് പോവാനുണ്ടാവും. റൈസ് മറ്റു ആൾക്കാർക്ക് നമുക്ക് സുഖമായിട്ട് എല്ലാം കഴിയും. ഞാൻ കാണിച്ചറിയാം. നമ്മൾ കളി കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേറൊരാളെ വിളിച്ചിട്ട് ഒരു ഫ്രൂട്ട് നോക്കട്ടെ. ഒരു ഫ്രൂട്ട് കടന്നു വരാൻ തരുവാണെങ്കിൽ നമുക്ക് ലാഭമാവും. ഉണ്ടാവില്ല നമുക്ക് മാറും. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കിട്ടിയാൽ നമുക്ക് നല്ലത്. റോക്കറ്റൊന്നും ആവാമെന്നാ ഇതിന് പറഞ്ഞു. ഏത് സ്ഥലമാണ്? ഇത് നമ്മളെ പൈറേറ്റ് സ്റ്റാർട്ട് നമ്മളെ തുറക്കാം. അവിടെ ഒരാൾക്കൊന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇരിക്കട്ടേന്നൊരു ഡാമേജ് കുറച്ചുണ്ടല്ലത്. അവിടെ വരെ എത്തണ്ടേ? ആ ലൈറ്റ് ഫ്ലൈറ്റേക്ക് പോയാൽ ഹെഡ് ഫ്ലൈറ്റിന് നമ്മളെ അതിനനുസരിച്ചുള്ള പവറും ഉണ്ടാവും. എത്താനായി ഞാൻ കാണുന്നില്ല. എത്താനായി എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. എൻ്റെ മനസ്സിന് എപ്പോഴും ശരിയാവുമല്ലോ. ഒരു സുഖം. എത്ര മീറ്റർ ആയാലും കാണുമൊക്കെ കേട്ട്. 70 മീറ്റർ ദൂരത്തുള്ളൊന്നും കാണില്ല, 60 മീറ്ററൊക്കെ കാണില്ല. ഇനി അണ്ടറാക്കിയതാണ്. അത് നമുക്ക് സൂപ്പർ ജമ്പ് വാങ്ങട്ടോ. സൂപ്പർ ജമ്പ്, എയർ ജമ്പ്, പവർ വെച്ചതിനുള്ളിൽ കയറാനില്ല. ഗൈസ് നമ്മൾ സെക്കൻഡ് സീക്ക് കയറാൻ ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു കീ കിട്ടും. ആ കീ വെച്ച് ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോസിന് കേട്ടോ. ആ ബോസിനെ കൊന്നാലൊക്കെ നമുക്ക് സെക്കൻഡ് സീക്ക് പോകാൻ കഴിയുള്ളൂ. ഇപ്പം തന്നെ പറഞ്ഞ ഞങ്ങൾ 700 ലെവലായ ഉടനെ നിങ്ങൾക്ക് സെക്കൻഡ് സീക്ക് പോകാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്കൊന്നും ഇന്നത്തെല്ലാം പോലും ഉള്ള അവകാശമില്ല. പൈസ നമ്മളെ കണ്ടിട്ടാ കറക്കാനുള്ളത് ടൈമില്ലാന്നേ ഉള്ളൂ. ട്രിപ്പിൾ കട്ടാണ് അത്. ഞാൻ അത് വാങ്ങാൻ വന്നല്ലോ. ട്രിപ്പിൾ കട്ടാണെങ്കിൽ എത്ര? 60,000 വേണ്ടാന്ന്. പൈപ്പിന് എത്ര? 100,000. നമ്മൾ മിക്കവാറും ട്രിപ്പിൾ കട്ടാന വാങ്ങേണ്ടി വരും. ട്രിപ്പിൾ കട്ടാന നല്ലതാണ്. അത് നമുക്ക് സ്നോ ബണ്ടിനെ പോയി കൊല്ലാം. 7 ആൾക്കാർ കൊല്ലണം. തലിക്ക എനിക്ക് കൊള്ളു വെക്കാനാ. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. വീഡിയോ ലെങ്ത്ത് കൂടുതൽ മിക്കവാറും കൂടുമെന്ന് ദൗത്യമുണ്ട്. ഇതെത്ര ആൾക്കാരാ? 2, 3, 5 ആൾക്കാരാ. ലാഭമാണല്ലോ. നമ്മൾ കൊന്നേക്കാം. ഇത് മേലെ പോട്ടെ. മുതലിങ്ങനെ കൊല്ല. 5 ആൾക്കാരുള്ളതെങ്കിൽ 4,000 പോട്ടെ. 4,000 പോട്ടെ. 4,000 നമ്മളെ പവർ വരെ മുമ്പിൽ കണക്ട് കിട്ടണം. 4,000 പോട്ടെ. 4,000 അവിടെ മുമ്പ് ഒരാൾ ചക്ക അതിന് പവർ കാണാനുള്ള യോഗമില്ല. ഒരു പവർ ഇതാട്ടോ. അതിൽ രണ്ടാമത്തെ പവർ ഇതാണ്. ഇത്രയേ ഉള്ളൂ. മറ്റേത് കിട്ടിയില്ല.
എന്നാൽ പോയി ചാവി. 5 ആൾക്കാരെ കൊന്നുണ്ട്. ഫസ്റ്റ് വരുന്ന 2 ആൾക്കാരെ നമ്മൾ ഇപ്പം തന്നെ കൊല്ലാൻ പോകട്ടോ. പക്ഷെ ഫസ്റ്റ് വരുന്ന 2 ആൾക്കാർ ആരൊക്കെയാണ് എന്ന് വെച്ചാൽ അടമാണ് നീയുമ്പോ നിങ്ങൾ 2 പേർക്ക് 1000 ആയാൽ എൻ്റെ കഥ അപ്പോൾ ലെവൽ പെട്ടെന്ന് കൂടില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ് തൊട്ട് കൂട്ടാം, കൂടെ ഒന്ന് പഠിക്കാം. ഇപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് നിൽക്കേണ്ടി വരും. എൻ്റെ ക്വസ്റ്റ് 91 92 ഇത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇതൊക്കെ കൂടി നമ്മൾ എഴുതിയിട്ടുണ്ടാവും, നോക്കണം. കുഴപ്പമില്ല, ടൈം കുറേ ആവുന്ന കാര്യമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു കോഡടിക്കേണ്ടതാണ്. അതുപോലെ അടിക്കാതായിട്ട് നമുക്ക് ഉപകാരം ഉണ്ടല്ലോ. ഇനി 20 മിനിറ്റൊക്കെ വീഡിയോ പോകും. അല്ല, കൂടുതൽ ടൈം ഉണ്ടാവില്ല 20 മിനിറ്റ് വരെ. ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്ക് ഒന്ന് ഇപ്പോൾ വരട്ടോ, 1 മിനിറ്റ്. അപ്പോൾ ഗൈസ് കിട്ടീന് കേട്ടോ. നമ്മളെന്തായാലും അടിക്കാൻ പോവാണ്. റെഡീമ് അടിക്കാൻ പോവാട്ടോ. ഇപ്പം ഏതെടുക്കുക? ബ്ലക്സി എടുത്തില്ലേ? സ്റ്റാർ കോഡ് ഹിയോ എടുത്തോ? ഇല്ല, കന്നേരം അതെടുക്കുക. സ്റ്റാർ കോഡ് ഹിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്കും കിട്ടും. കിട്ടും തന്നെ തോന്നണേ. റെഡി, സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് വീണ്ടും തുടങ്ങാൻ കഴിച്ച് 20 മിനിറ്റ് നമുക്ക് വീണ്ടും ടൈം വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി സെറ്റാക്കാന്ന്. സ്നോ ബണ്ടീറ്റ് ഗൈസ്, നമുക്ക് നേരെ പോയി ഇവരൊക്കെ ഒന്നും കൂടി ഒന്ന് കൊല്ലുക. അതാണ് എന്തായാലും ഇവിടെ പണിയില്ലല്ലോ. ഇവരൊക്കെ കൊല്ലാം. കൊല്ലുമ്പോൾ 95 ആവും, 95 ആവുന്നു വിചാരിക്കണേ. ബാബാ ടൈമിൽ ഞങ്ങളെങ്കിലും നല്ല കുറച്ചൊക്കെ തല്ലി വേദന ആവുന്നു പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും കൊല്ലാണ്. നമ്മൾ പവറൊന്നും യൂസ് ചെയ്യാത്ത രീതിയിലൊന്നും മാസ്റ്റർ നിങ്ങളൊരു അഭിപ്രായം എന്താന്ന് പറയാനല്ലോ. കോൺഫിഗറേഷൻ നല്ലതാണല്ലോ. നിങ്ങളുടെ അടുത്ത് യൂസ് ചെയ്യണ മോഡേൺ നോക്കാം. എക്സിറ്റ് അതാവും നമ്മൾ ഇതായിട്ട് യൂസ് ചെയ്യില്ല. അതാണ് കേട്ടോ. അതിന് ശീലമായി പോയി 8 കത്തി 4 അപ്പോൾ ഇനി അടുത്ത 2 ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്ത 2 ആൾക്കാർ, ഒരാൾ വന്നിട്ടുണ്ട്, 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവർ 2 ആൾക്കാർ ഇവർ 2 ആളാണ് തീർച്ചയാക്കാം. 48 ആയിട്ട് മാസ്റ്റർ 2 ലക്ഷം കൂടി മാസ്റ്റർ കൂടിയാൽ നമുക്ക് അടുത്ത പവർ കിട്ടും കേട്ടോ. അത് സ്പെയിൻ്റെ ഇനി വരാനുള്ളത് വേൾഡ് കപ്പിൽ 3 മത്സരങ്ങളാണ്. ആ 3 മത്സരങ്ങളും നോക്കല്ലോ കേട്ടോ. അവിടെ ഈ പറയുന്ന വീർപ്പിക്കാൻ തുടങ്ങിയേക്കണേ. ലൈറ്റടാ നോക്കൊക്കെ സുഖമായിട്ട് പിന്നെ വീർപ്പിക്കാനായിട്ട് വന്നിട്ടത്. വേറെ വേൾഡ് കപ്പിൽ നടത്താൻ പോകുന്ന 3 മത്സരങ്ങളാണ്. ആ 3 മത്സരങ്ങളിൽ 3 മത്സരങ്ങളും അടിപൊളിയായിട്ട് തന്നെ നടക്കും. ഞാൻ പൊട്ടണടാ സമ്മതിക്കുന്നു. ആ 3 മത്സരങ്ങളും ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അർജൻറ്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം അറിയാലോ. അർജൻറ്റീന ജയിക്കുകയാണെങ്കിൽ അർജൻറ്റീന vs സ്പെയിൻ മത്സരം കാണാം നമുക്ക്. പിന്നെ കാണാൻ കഴിയുന്ന ഏതാ വെച്ചാൽ നമുക്കിതും കാണാം, ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസ് ലൂസേഴ്സ് ഫൈനൽ. അപ്പോൾ നമുക്ക് രണ്ടും കാണാം. ഇംഗ്ലണ്ട് വെച്ചാൽ ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ, കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് വരാത്ത അർജൻറ്റീന വേഴ്സസ് ഫ്രാൻസ്. ഏതെങ്കിലും ഒന്നേ കാണാനുള്ളൂ. അല്ല ഒന്നും കാണാം. വേറെ കാര്യം ഈ രാത്രിഘട്ട കളി അർജൻറ്റീന ഇതിങ്ങനെ തോന്നുന്നു ജയിക്കാൻ ചെയ്യാൻ. ഒരാൾ ചത്താൻ മതി, ഞാൻ പോവാം. ഇനി ചാവണമെന്നില്ലടാ. നെയ്യങ്ങ് കൊല്ലാണ് ഇനി പറഞ്ഞ് കൊഞ്ചാണ് അല്ലെങ്കിൽ
100 ലെവലായാലോ നമ്മൾ സ്നോമാനെ കൊല്ലാൻ പോയി. ഇവനാരാ? സിക്ക് മാൻ. ഇവർക്ക് വയ്യ. ഐ ആം സോ തേഴ്സ്റ്റി. ഞാൻ പറയാറ് ഡെസേർട്ട് ആരേക്കുന്നു പോയി കണ്ട് എന്തോ വെള്ളത്തിൻ്റെ ഇത് എടുക്കാനല്ല എന്തോ അല്ലേ ആണെന്ന് തോന്നണു. അതായത് നമുക്ക് ഇവൻ്റെയൊക്കെ പെട്ടെന്ന് പോയി സ്നോ ബണ്ടിറ്റ്സിനെ കൊല്ലാൻ പോവാം. 100 ലെവലായിട്ടാവണം നമ്മൾ. ഇന്ന് 100 ലെവലാക്കുന്നു. നമ്മൾ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്കിയിരിക്കും. വാക്ക് പറഞ്ഞ വാക്കാണ്. വാക്ക് പറഞ്ഞ വാക്കാണ്. അവിടെ ഇവനെന്തിനാ വെറുപ്പിക്കുന്നില്ല ചെയ്ത എങ്ങനാ? എൻ്റെയൊക്കെ നല്ല കൂട്ടില്ല. എൻ്റെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അഹങ്കാരം ഉണ്ടല്ലോ ഞാനായിട്ട് നല്ല കൂട്ടിലൊന്നും കാര്യം ഞാൻ വെറുപ്പില്ല. ഇതിനകത്ത് നല്ല ചെക്കനാണ്. അടുത്ത ആളെന്തെങ്കിലും ഒരാൾ ചത്തുള്ളൂ. രണ്ടാളെടുത്ത് വേണം കവറ്. ഒരാളെടുത്ത് അടുത്ത ആൾ ചത്തു. നിജം എടുക്കാൻ വരത്തമ്പാ. ഒരു മിനിറ്റ് ഇട്ടാ. വേറെ എവിടെയെങ്കിലും വന്നാൽ ഒരാളും കൂടി പറ്റും. ഒരാളും കൂടി ഞങ്ങളൊക്കെ ഇങ്ങനെ ചാവിൽ കണ്ടിട്ടില്ല. ഇതിനൊക്കെ ചർച്ച കിട്ടണം. ഇത് കാണിച്ചിട്ട് ഞാൻ ആരാണ് ഇടുന്നതെന്നൊക്കെ ഇത് കാണിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഇവരൊക്കെ വന്നാൽ കൊന്നിട്ടാവും കയ്യിൽ അങ്ങനെ വിചാരിക്കുക. എനിക്ക് എന്താണോ ഇവരൊന്ന് ചാവാത്തി ഡെവലപ്പ് 97 എന്താ 97 സംഭവം കണ്ടിട്ടാ പറഞ്ഞപ്പോൾ 98 ആക്കാൻ പറഞ്ഞതാണ്. ഹോമാക്കണ്ട ഇതൊക്കെ വേറെ എന്തൊക്കെയോ ആണ്. ഞാൻ വന്നിട്ട് അടി വെറുതെ ഒരു സുഖം. അടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരെ വിചാരിച്ചാട്ടാ. എന്നാൽ ഈ ഒരു വട്ടം കൂടി ക്വസ്റ്റ് എടുത്ത് നമുക്ക് നമുക്ക് 100 ലെവലാവും. വൈൻഡപ്പ് ചെയ്യേണ്ട അവസ്ഥ ഇനി 14 മിനിറ്റ് എടുക്കും. വേറെ എന്തിനല്ല ആ കോഡൊന്നും എൻ്റെ ആയിക്കോട്ടെ കേട്ടോ. ആ ടൈമിൽ നമ്മൾ കോഡിലേക്ക് എൻ്റെ ഫ്രണ്ടിലൊന്ന് വിളിച്ചു നോക്കണം. എന്തിനാ വെച്ചാൽ ഞങ്ങളൊന്ന് ഫ്രൂട്ട് ചോദിച്ചു നോക്കാം. ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് ലാഭമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ലാഭമല്ലേ നമുക്ക് നോക്കാണെങ്കിൽ നമുക്കുള്ള ലൈറ്റ് മണ്ണ് കിട്ടുമല്ലോ. എനിക്കത് മതി. എനിക്ക് ലൈറ്റ് മതി. മാഗ്മ ആണെന്നില്ല. ലൈറ്റ് മതി. മാഗ്മ കുഴപ്പമില്ല. ഐസ് കിട്ടിയാലും മതി. പക്ഷേ കിട്ടൂലോ. നമുക്ക് റോക്കറ്റ് കിട്ടിയാലോ എനിക്ക് വേണ്ടി കിടക്കുന്നതായിട്ട് കൊല്ല. നമ്മൾ ലീവ് എടുക്കേണ്ടി വരും. നമ്മൾ ആ ഫ്രണ്ടിൽ നോക്കിയില്ല. ഈ വാണ്ടഡ് ആരെയാണ് കാണിക്കണത്? പിന്നെ വാണ്ടഡാട്ടോ. ഞാൻ എന്തോ ഇത് കിട്ടിയ എന്താ പവർ നോക്കട്ടോ. നോക്കില്ല അയ്യാന്ത് പൊളിട്ടാ പൊളിക്കാണ്. ഇപ്പോൾ ഒരാളെ പറത്താൻ പോട്ടെ. വരുന്ന ഫസ്റ്റ് താളെ ഞാൻ പറത്തും. ഞാൻ കാണുന്ന ഫസ്റ്റ് താളെ ഞാൻ പറത്തിയിരിക്കും. ഇവരാട്ടോ ഞാൻ ഫസ്റ്റ് പക്ഷെ ഞാൻ പറഞ്ഞില്ല. ബങ്ക് ഞാൻ 3 ആൾക്കാരെ വെറുതെ പൊളിക്കണം. നമ്മുടെ സ്നോമാനെ കൊല്ലാൻ പോകുന്നു. നേരെ ഓയിൽ 110 ലെവലാകുമ്പോൾ എത്തിനെ കൊല്ലണം. നമ്മൾ എത്തിനെ കൊല്ലില്ല. കറക്റ്റ് നമുക്ക് എത്തിനെ കൊല്ലാനുള്ള ആവശ്യമില്ല. അപ്പോൾ ഇതിനൊക്കെപാടും കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കും നമുക്ക് വിചാരിച്ച് ചത്തില്ല. ഒരാളും പോലും ചത്തില്ല. ഇത് ഈ ചാവത്തിനൊക്കെ അങ്ങനെയുണ്ട്. 100 ലെവൽ കറക്റ്റായില്ലേ ഗൈസ്? നമുക്ക് ഓരോ കൊല്ലാൻ പോകുമ്പോൾ ഇത് വെച്ച് കൂട്ടാം. എന്തായാലും നമ്മളേക്കൽ 72 എണ്ണം 75 ഒന്ന് ഇതിലും കൂട്ടുക. ഇപ്പോൾ
എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കറക്റ്റാണെന്ന് വിചാരിക്കണേ. അറിയാതെ കയ്യെട്ടി വേറെ ഒന്നിലായിക്കണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ലാസ്റ്റ് വെച്ച് നോക്കാം. യെസ്, നമ്മളിത് 3-ൽ തന്നെ കൂട്ടിയാൽ മതി. അവർക്ക് ഡാമേജ് ഇടാനും വേണ്ടി ബ്ലോക്സ് റൂട്ടും നമ്മളെ ഇത് കൂടാനും വേണ്ടിയാണ് ഈ മീൽ ഇതൊക്കെ. 92 മേ ഇവിടെ 92 ആക്ക്, ഇവിടെ 92 ആക്ക്, ഇവിടെ 93 ആക്ക്, ഇവിടെ 93, ഇവിടെ 94, ഇവിടെ 94. അറിയില്ല ഇത് കറക്റ്റിന് കിട്ടുമെന്ന്. എടാ 8 എണ്ണാടാ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 6 എണ്ണായില്ലേ? ഇതാ ഇപ്പം കറക്റ്റായില്ലേ? എങ്ങനെയുണ്ട്? ഇതെല്ലാം എൻ്റെ ഓരോരോ കാട്ടിക്കൂട്ടലുകളാണ്. സ്നോമാൻ, യെസ്, നമ്മൾ സ്നോമാൻ അങ്ങ് കൊന്നിട്ട് വരാൻ വിചാരിച്ച് കുറച്ച് നാളെയോ. 8 ആൾക്കാർ കൊല്ലണോ? 1, 2, 3, 4 ഞാൻ ഓട്ടെ തട്ടി. എത്തി നമ്മളെ കൊന്നു. നമ്മൾ ഈ എത്തിൻ്റെ അടുത്തേക്ക് എന്തിനാണ് പോയത്? ഒരു ആവശ്യമില്ലാതെ പണി വാങ്ങിച്ചു കൂട്ടിയത്. എനിക്ക് അവിടെ എത്തി ഉണ്ടാവും. ഞാനെങ്ങനെ കൊല്ലുക? നമ്മൾ മാനിടാം. എത്തിനെ നമുക്ക് കൊടുക്കലാവില്ല. ഓരോ അതിക്ക് പോലെ ഇത് നമ്മൾ ചാവും. കാരണം എത്തിണ്ട്. ചത്തി പോടും അവിടുന്ന്. എന്നോടാണോ അവൻ്റെ കളി? ഓടും കേട്ടോ. വീണ്ടും ചത്തു. ഈ സ്നോമാൻ എത്തിൻ്റെ അടുത്ത് നിന്ന് മാറിക്കൂടെ? അല്ലെങ്കിൽ എത്തിക്ക് മാറിക്കൂടെ? എനിക്കോരെ കൊല്ലണം എന്നുള്ള ബോധമുണ്ട്. അതിന് ഈ എത്തി സമ്മേക്കണ്ടേ? എത്തി മോനെ, ഞാൻ എത്തി. കണ്ടു ഞെട്ടൊന്നും വേണ്ട, ഇത് ഞാൻ തന്നെ. എത്തിനല്ലേ മോനെ മാത്രം ഞാൻ കൊല്ലാൻ പോകും. എല്ലാവരും വന്നിട്ട് ഇതര ചാവാത്തവരോ? 4 ആൾക്കാർ ചത്താ. ഇവൻ അടിക്കാകട്ടെ. ഇവനെന്താ അടിക്കാത്ത? ഇവിടെ കേൾക്കാം. ഇവൻ അടിക്ക് വരും. ഇതിനി കൊന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോവാ. ഓമ്പടക്കട്ടെ, നമ്മൾ മേലുള്ളവരല്ലേ കൊല്ലാൻ പോണേ. ഓമ്പടന്നോടെ എനിക്കൊരു പ്രശ്നമില്ല. ഓനായി ഓൻ്റെ പാടായി, ഞാൻ പോയി. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വെട്ട കൊല്ലാൻ പോട്ടാ. ഇനി 8 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ നമ്മളെ ഇതെല്ലാം കയറാം. ദിവസത്തിൽ കാര്യത്തിൽ 8 മിനിറ്റ് കൂടി ഉള്ളൂ നമ്മളെ നെക്സ്റ്റ് കോഡ്. അതുവരെ നമ്മളെ വീഡിയോ എന്തായാലും ഉണ്ടാവും. ആ കോഡ് ഉണ്ടാവണ വരെ നമ്മളെ കളി എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഒന്നുമില്ല, ഇവരൊക്കെ കൊടുത്തൊന്നും കൊല്ലാൻ കഴിയുന്നത്. കുറച്ചൊക്കെ കൊണ്ടില്ലേ? മുഴുവൻ ചക്കി കാട്ടാ. വലിയൊരു ചാവുന്നില്ല. അതൊന്നും ചാവാക്ക്. അങ്ങനെ ചാവട എന്ന് പറഞ്ഞ 104 ലെവലായിട്ടുണ്ട്. 104 ലെവൽ. ബ്രോ, വി ആർ ഇൻ 104. ഈ എത്തിനെ കൊല്ലാൻ എത്ര ലെവലാണ്? 105 മതിയോ? അതൊക്കെ എനിക്ക് ഫ്ലോ ആയി. 110 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങ് നല്ല വിടും കേട്ടോ. 110 ആകുമ്പോഴാണ് എൻ്റെ ഓർത്തിനപ്പോൾ വീടൽ. 110 ആവണ്ട, ഇനിയും വേണം 6 ലെവൽ 110 ആവാൻ. കുറച്ചൊക്കെ പാടുപെടണം 110 ആവാൻ. എന്നെക്കൊണ്ട് വേണ്ടില്ല 110 വന്നുണ്ട്. കുറച്ച് പാടുപെടണം. ഈ വീഡിയോ 110 ആവുന്നതാന്ന് വെച്ചാൽ നമ്മളെന്തായാലും 100 ലെവലായതെന്ന് വലിയ കാര്യമാണ്. 100 ലെവലാണ്. 200 200
കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എടുത്ത് തുടങ്ങുള്ളൂ. നമ്മളെ എത്രാമത്തെ വീഡിയോ ആണ് ഇത് ബ്ലോക്ക് ലിസ്റ്റിൻ്റെ തുടങ്ങി 3ാമത്തെ 4ാമത്തെ അപ്പോൾ നമ്മൾ നൂറുള്ളതായല്ലോ. ഈ കാര്യം ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ 70 പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മൾ 70 അല്ല 100 കടത്തിയിട്ട് ഇവരും ചാവും നിൽക്കുന്നില്ല. എനിക്കെന്ത് ചെയ്യുന്നത് എനിക്കറിയാലോ. കത്ത് ഓരോരുത്തരും ചാവട്ടെ. ഇനി 4 ആൾക്കാരും കൂടി കൊല്ലണമല്ലേ? കൊല്ലാലോ. വരിക 4 ആൾക്കാർ വരട്ടെ. ഓരോ ആൾക്കാർ ഒരാൾ വന്നു. ഇതിനടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോയി. ഇതന്നെ വിട്ട് ഇങ്ങോട്ട് പോയി. അങ്ങനെയുണ്ട് വൈബല്ലപ്പം നമ്മളാക്കിയ വൈബ് നമ്മളെല്ലാവരും കൊല്ലും ഒന്നിരിക്കും. നമ്മൾ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ബ്രസീൽ പിന്നെ പോർച്ചുഗൽ പിന്നെ ഫ്രാൻസ് ഇംഗ്ലണ്ട് ഉണ്ടാവില്ല. എല്ലാവരും എല്ലാം ഒരു കാര്യം പറയാം. എന്ത് കണ്ടിട്ടാണ് ഫിഫ ബോയ് മെസ്സിയാണ് ഈ 2022 വേൾഡ് കപ്പ് കിട്ടിയാണ്. കാരണം പറയുമ്പോൾ ഒരു പറയും ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൻ്റെ കാരണമല്ല അതെങ്ങനെയാണ് ഫൗളാവുക. കാരണം വെച്ചാൽ അത് ഫൗളല്ല. ഫസ്റ്റ് വെച്ച് കറക്റ്റ് നമ്മളടുത്താണ് ബോള്, പിന്നെ അങ്ങനെ ഫൗളാവുക. ചില റൊണാൾഡോ ഫാൻസിന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം ഒന്ന് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ ഫിഫ ബോയ് നിൽക്കുന്നുണ്ടല്ലോ, നമുക്കത് വിളിച്ചെടുക്കാൻ കഴിയുള്ളൂ. കാരണം ഈ 2022 വേൾഡ് കപ്പ് മൊത്തങ്ങൾ കണ്ടിട്ടുള്ളൂ. 2014 വേൾഡ് കപ്പിൽ നടന്ന കണ്ടുകളോ എനിക്കറിയാം. നടന്ന കഥകൾ കണ്ടുകൾ അങ്ങനെ വേൾഡ് കപ്പ് എടുത്തിന് കിട്ടല്ലേ വേറെ ഏതെങ്കിലും ആൾക്കാരേനാ അങ്ങനെ അർജന്റീനക്ക് ഫൈനൽ വരെയെത്തിച്ച് കപ്പ് വരാൻ. അതാണ് പറഞ്ഞത്. ഫുട്ബോൾ ഒരാൾ ജയിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അർജന്റീന ടീം ജയിച്ചാൽ അത് കിളക്കാൻ നൽകിയത് അറിയിച്ചത് അങ്ങനെ. നിങ്ങളോ റൊണാൾഡോയോ നെയ്മറോ ഒന്നും ജയിച്ചാൽ അത് ഹാർഡ് കിട്ടാത്ത മുന്നിൽ പറഞ്ഞത് ശരിയാണ്. സാധനമില്ല കിട്ടാത്ത മുന്നിൽ കൊടുക്കും. ഞാനും എന്താ പറയുക ഇങ്ങനെ പൊട്ടുന്നതിനും പിന്നെ പോർച്ചുഗലിന് പൊട്ടാൻ കാരണം ഞാൻ പറയാം, ഞാൻ കുറച്ചൊക്കെ സംബന്ധിച്ച് തരാം ഓരോ ടീം നല്ലതല്ല. കാരണം എന്താ വെച്ചാൽ തീരും പാസിങ് ഇല്ലാത്ത ടീമാണ്. അതുകൊണ്ടാണ് ഒന്നാമത് ഒരു പൊട്ട്. ശരിയല്ലേ? റൊണാൾഡോക്ക് പിന്നെ നോർവേ പൊട്ടാൻ കാരണം ഹാളൻഡ് നല്ലൊരു അവസരം. ഒരു ഹാളൻഡിന് പാസ് നിങ്ങൾ കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. ഹാളൻഡിന് പാസ് കിട്ടില്ല, കൊടുത്തിനൊരു ഹാളൻഡ് ഉറപ്പായിട്ട് ഗോളാക്കിന് പറ്റിയിട്ടില്ല. അടുത്തായിരുന്നു നമ്മളെ വൃത്തിക്കുള്ള ആളാണ്. ഇത് മാഗ്മേറ്റാണ് എല്ലാവരും വേറെ ഇതുമാണ്. അന്ന് ഇതിൽ എല്ലാവരും ഈ 2 ആൾക്കാരൊക്കെ വലിയ ഈ 2 ആൾക്കാരല്ലേ അങ്ങനെ അങ്ങോട്ട് വലിച്ചിട്ടുണ്ടാവും. അവിടെ 2 ആൾക്കാർ വന്നിട്ട് നമ്മളെല്ലാവരും കൊല്ലിട്ട് ഇവനും കൂടി കൊണ്ടാൽ മതി. ഇവനും വേണം, വേറൊരാളും കൂടി വേണം. ബാ പിന്നാലെ വാട്ടാ വാട ഞാൻ രണ്ടാളും ഇതിൻ്റെ ടാർഗറ്റാണ്. നമ്മൾ പൊന്നിരിക്കും. ഒരു മിനിറ്റ് ഗൈസ്, എന്തായാലും ഇവരൊക്കെ കൊല്ലട്ടെ. ലൈഫ് വർഷമാവും. ഇല്ലാത്ത പരിപാടിയാണ്. നമുക്ക് ഇവരെ കൊന്നിട്ട് നമുക്ക് നിർത്താം. കാരണം വെച്ചാൽ ഇങ്ങനെ ആകെ 1 മിനിറ്റ് കൂടി ഉള്ളൂ ഓടുന്ന ടൈം പറഞ്ഞാൽ. അതാണ് തീരുന്നതിന് ഈ ഒരിടത്തും കൂടി കൊല്ലണ്ടേ ആലോചിച്ചിട്ടാണ് വയ്യ. ചത്തില്ലേ? ഇല്ല, ഇതും കൂടി മൊത്തം ചാവും. 110 ലെവലായുണ്ട്. കണക്കത്ത് 115-20 അങ്ങനെ തിരക്കിലാവുന്ന കുഴപ്പമില്ല. കാര്യം നമ്മളെന്തായാലും പോകാനായിട്ടുണ്ട്. അപ്പം എന്താ നമുക്ക് ഫ്രണ്ടിനോട് തരാൻ കഴിയുമോ ഇല്ലെന്ന് ഒന്ന് ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ട് പറയാം കാശ്. അവനാലും ഫ്രൂട്ട് കിട്ടിയില്ല. നമ്മൾ പോകണേ.